കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഒരു അളവ് കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈസി ആയിട്ട്. ഓക്കെ, എന്നിട്ട് ഈ പോർഷൻ നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. നമ്മൾ രണ്ടാമത് വെച്ചേക്കുന്ന ബ്രെഡും ഇതുപോലെ റെഡിയാക്കാം. അതും ഇതുപോലെ സെൻറ്ററിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ രണ്ട് എഡ്ജിന് ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അവിടെയും കൂടെ കട്ട് ചെയ്തെടുക്കരുത്. ഇങ്ങനെ ഗ്യാപ്പോട് കൂടി വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ രണ്ടാമത്തോ നമുക്കെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മീഡിയം ഹീറ്റ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പാൻ ഒന്ന് ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ ചൂടാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ശരിക്കും ചൂടായി വന്ന ശേഷം നമുക്കതിലേക്ക് ഒരല്പം ബട്ടർ ഇടാം. ഈ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഇടാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എണ്ണ ഒഴിച്ചാലും മതി. പക്ഷേ അപ്പോൾ ഈ ബട്ടർ ഒന്ന് ജസ്റ്റ് മെൽറ്റ് ചെയ്യുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഈ ബട്ടർ ഒന്ന് ശരിക്കും മെൽറ്റ് ആവണം. അതോടൊപ്പം തന്നെ ഈ പാൻ ശരിക്കും ചൂടാകുകയും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റൂ.